നമ്മൾ ബിറ്റ് റേറ്റിനെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ് വിടുമെന്ന്, എത്ര ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമെന്നുള്ളതാണ് ഒരു ബിറ്റ്സ് പെർ സെക്കൻഡ് ട്രാൻസ്മിഷൻ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ബിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, ഒരു സിംഗിൾ ബിറ്റ് എത്ര ഡിസ്റ്റൻസ് ഒരു മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്, എത്ര ഡിസ്റ്റൻസ്, അതായത് അറ്റ് എ ടൈം ഒരു സിംഗിൾ ബിറ്റ് എന്ന് പറയുന്നത് എത്ര ലെങ്തിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബിറ്റ് ലെങ്ത്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി മനസ്സിലാവും ബിറ്റ് ലെങ്ത് ബൈ ബിറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നതായിരിക്കും സ്പീഡ്. ബിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റ് എത്ര ലെങ്ത് ഉണ്ടെന്നുള്ളതാണ്. ബിറ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ബിറ്റ് ഡ്യൂറേഷൻ. അപ്പോൾ ഒരു ബിറ്റ് 1 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ 2 ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ 2 × 2 4 മീറ്റേഴ്സ് അത് ഒരു സെക്കൻഡിൽ യാത്ര ചെയ്യുന്നുണ്ടാവും. അതായത് ബിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു ബിറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്ററാണ്. ബിറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ ഒരു 2 ബിറ്റ്സ് പെർ സെക്കൻഡാണ്. അപ്പോൾ 2 ലെങ്ത് ഉള്ള ബിറ്റ് 2 ബിറ്റ് ഒരു സെക്കൻഡിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡിൽ 2 ബിറ്റ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 2 × 2 4 മീറ്റേഴ്സ് ഒരു സെക്കൻഡിൽ പോകുന്നുണ്ട്. അപ്പോൾ 4 മീറ്റേഴ്സ് പെർ സെക്കൻഡ്, അതാണ് സ്പീഡ്. അപ്പോൾ ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും ബിറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു പ്രൊപ്പഗേഷൻ സ്പീഡ്. ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ബിറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു പ്രൊപ്പഗേഷൻ സ്പീഡ് ഇൻറ്റു ബിറ്റ് ഡ്യൂറേഷൻ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ അങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ഞാൻ അതിലേക്കുള്ള ഡെറിവേഷൻ എങ്ങനെ എത്തിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് സേവ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഡിജിറ്റൽ സിഗ്നൽ ആസ് എ കോമ്പസിറ്റ് അനലോഗ് സിഗ്നൽ, അടുത്ത ടോപ്പിക് അതാണ്. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഒരു ഡിജിറ്റൽ സിഗ്നലും അനലോഗ് സിഗ്നലും നമ്മൾ പറഞ്ഞു. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിൽ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരിക്കും. അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വേവ് ഫോം പോലെയുള്ള സൈൻ വേവ് ഒക്കെ പോലെയുള്ള സിഗ്നലായിരിക്കും. പക്ഷേ ഈ ഡിജിറ്റൽ സിഗ്നലിനെ വേണമെങ്കിൽ നമുക്കൊരു കോമ്പസിറ്റ് അനലോഗ് സിഗ്നലായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഇതിപ്പോൾ നോക്കിയാൽ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെർട്ടിക്കലായി, പിന്നെ ഹൊറിസോണ്ടലായി, പിന്നെ വെർട്ടിക്കലായി, അങ്ങനെ പറയാം. ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി 0 ആണ്. ഫ്രീക്വൻസി 0 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് റിപ്പീറ്റ്സ് പെർ സെക്കൻഡ് 0 ആണ്. പെർ സെക്കൻഡ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരേ രീതിയിൽ തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം എടുത്താൽ തന്നെ അത് വെർട്ടിക്കലായിട്ട് ഒരു ഇൻഫിനിറ്റ് ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ഒരു സാധാ ഡിജിറ്റൽ സിഗ്നലിനെ നമുക്ക് ഒരു അനലോഗ് സിഗ്നലായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം നമ്മൾ ഒരു ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നലിലുള്ള മിനിമം ഫ്രീക്വൻസിയും മാക്സിമം ഫ്രീക്വൻസി മൈനസ് മിനിമം ഫ്രീക്വൻസിയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിലെ മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്, മിനിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 ആണ്. കാരണം വെർട്ടിക്കൽ ലൈന് ഫ്രീക്വൻസി ഇൻഫിനിറ്റിയാണ്. സഡൻ ചേഞ്ച് ടൈമിൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് വെർട്ടിക്കൽ ഫ്രീക്വൻസി ഇൻഫിനിറ്റി ആണെന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് ഒരു ചേഞ്ചും വരുത്തുന്നില്ല, എത്ര നേരം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി 0 ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ചേഞ്ച് ഒന്നും ഇല്ല, നോ ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ നമ്മൾ ബാൻഡ് വിഡ്ത്തിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു 0 ബാൻഡ് വിഡ്ത്ത് തൊട്ട് ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് വരെയുള്ള സിഗ്നലുകൾ അതിനകത്തുണ്ട്. ഇതിനകത്ത് എസെൻഷ്യലി പറഞ്ഞാൽ അതിനിടയ്ക്കുള്ള വാല്യൂസ് ഒന്നും ഇല്ല. ശരിക്കും 0യിൽ ഒരു സിഗ്നലും ഉണ്ടാവും, ഇൻഫിനിറ്റിയിലും ഒരു സിഗ്നലും ഉണ്ടാവും, അതിനിടയ്ക്കില്ല. എന്നാലും ബാൻഡ് വിഡ്ത്ത് പറയുമ്പോൾ നമ്മൾ മാക്സിമം ഫ്രീക്വൻസിയും മിനിമം ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് ആണ്. അപ്പോൾ ഒരു ഡിജിറ്റൽ സിഗ്നലിനെ നമ്മൾ അനലോഗ് സിഗ്നലായിട്ട് കൺസിഡർ ചെയ്താൽ അതിനകത്ത് 2 കമ്പോണൻസ് ഉണ്ട്, ഒന്ന് ഇൻഫിനിറ്റ് ഫ്രീക്വൻസി ഉള്ളതും ഒന്ന് 0 ഫ്രീക്വൻസി ഉള്ളതും. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി മൈനസ് 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ ഈസ് എ കോമ്പസിറ്റ് അനലോഗ് സിഗ്നൽ വിത്ത് ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയും. ട്രാൻസ്മിഷൻ ഓഫ് ഡിജിറ്റൽ മീഡിയത്തിനെ നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാറില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് പറയാം. ഡിജിറ്റൽ മീഡിയത്തിന് അങ്ങനെ തന്നെ ഡിജിറ്റലായിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാറില്ല, അതിനെ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നലിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ, രണ്ടാമത്തേത് ബ്രോഡ് ബാൻഡ് ട്രാൻസ്മിഷൻ. ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെയാണ്. മീൻസ് സെൻഡിങ് ഓഫ് ഡിജിറ്റൽ സിഗ്നൽ ഓഫ് എ ചാനൽ വിത്തൗട്ട് ചേഞ്ചിങ് ദ ഡിജിറ്റൽ സിഗ്നൽ ടു അനലോഗ് സിഗ്നൽ. ഡിജിറ്റലിനെ അനലോഗ് ആക്കാതെ ഡിജിറ്റലായിട്ട് തന്നെ, അതായത് ഞാൻ പറഞ്ഞു 1 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വോൾട്ടേജ് സെൻഡ് ചെയ്യും, 0 ആണെങ്കിൽ 0 വോൾട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ 1 ആണെങ്കിൽ ചിലപ്പോൾ 5 വോൾട്ട് ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്, ചിലപ്പോൾ 230 വോൾട്ട് ആയിരിക്കും. സ്വിച്ച് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്ത് ബൾബ് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്നത് വെച്ച് എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ബേസ് ബാൻഡ് എന്ന് പറയുന്നത്.
ഇറ്റ് യൂസസ് ഡിജിറ്റൽ സിഗ്നലിംഗ് ഓവർ ദ വയർ. അപ്പോൾ ആ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ സ്വിച്ച് വെച്ച് ഒരു വയർ കൺട്രോൾ ചെയ്യും, ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയും ചെയ്യുമ്പോൾ ആ സ്വിച്ച് വെച്ചിട്ട് ആ പെർട്ടിക്കുലർ ബൾബിനെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ വയർ മൊത്തം ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹിയർ ഓൺലി 2 ഡിവൈസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഓവർ ദ മീഡിയം. അപ്പോൾ 2 ഡിവൈസാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കേസിൽ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ സ്വിച്ച് എന്ന് പറയുന്നത് സെൻറ്ററും ബൾബ് എന്ന് പറയുന്നത് റിസീവറുമാണ്. സ്വിച്ചിൽ നിന്ന് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഒരു 1 അങ്ങോട്ട് സെൻഡ് ചെയ്യും, അപ്പോൾ ബൾബ് തെളിയും. അപ്പം അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരു 1 ആണ് വരുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ സിഗ്നൽ സെൻഡ് ചെയ്യുമ്പോൾ ആ വയർ നമുക്ക് അതിന് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, കൂടുതൽ ബാൻഡ് വിഡ്ത്തിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അതാണ്. അടുത്തത് ബ്രോഡ് ബാൻഡ് ട്രാൻസ്മിഷൻ ഉണ്ട്. ബ്രോഡ് ബാൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് യൂസിങ് അനലോഗ് സിഗ്നലാണ്. അതായത് നമ്മൾ ബ്രോഡ് ബാൻഡായിട്ട് 0യും 1 എന്നുള്ള ഡാറ്റ തന്നെ ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇതായിട്ടായിരിക്കും, ഡിജിറ്റലായിട്ട് മറ്റേ അനലോഗായിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനാണ് ബ്രോഡ് ബാൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബ്രോഡ് ബാൻഡ് കണക്ഷൻ വീട്ടിലെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽ ഡിജിറ്റലാണ്, ഡാറ്റ ഡിജിറ്റലാണ്, പക്ഷേ സിഗ്നൽ അനലോഗ് ആയിട്ടാണ് കിട്ടുന്നത്. അതിനാണ് ബ്രോഡ് ബാൻഡ് ട്രാൻസ്മിഷൻ. BSNLൻ്റെ ബ്രോഡ് ബാൻഡ് കണക്ഷൻ, ജിയോ ഫൈബറിൻ്റെ ബ്രോഡ് ബാൻഡ് കണക്ഷൻ എന്നൊക്കെ പറയത്തില്ല, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ബ്രോഡ് ബാൻഡ് കണക്ഷൻ എന്നൊക്കെ പറയുന്നത് ആ സംഭവമാണ് ബ്രോഡ് ബാൻഡ് കണക്ഷൻ. അപ്പോൾ അതിൽ ബ്രോഡ് ബാൻഡ് ട്രാൻസ്മിഷൻ മോഡുലേഷൻ മീൻസ് ചേഞ്ചിങ് ദ ഡിജിറ്റൽ സിഗ്നൽ ടു അനലോഗ് സിഗ്നൽ ഓർ ട്രാൻസ്മിഷൻ. ഒപ്റ്റിക്കൽ ഓർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ യൂസ്ഡ്. ഇവിടെ ഒപ്റ്റിക്കലോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് യൂസ് ചെയ്യും. നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഡാറ്റ 0 1 0 1 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മോഡുലേഷൻ ആക്ച്വലി ഉള്ള കേസിൽ നമ്മൾ ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ നടത്തുവാണെങ്കിൽ ഇവിടെ 0യും ഇവിടെ 1ഉമാണ്, ഇവിടെ 0 വീണ്ടും ഇവിടെ 1, അപ്പോൾ ഒരു ഹയർ വോൾട്ടേജ് കൊടുത്തു. നമ്മളുടെ അനലോഗിനെ ഇനി ഡിജിറ്റലിനെ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. 0യും 1ഉം എന്നുള്ളത് ഇതുപോലെ അനലോഗ് സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് പല രീതിയിൽ ചെയ്യാം. അതിൽ ഒരു മെത്തേഡാണ് ഫ്രീക്വൻസി ഷിഫ്റ്റ്, വേറൊരു മെത്തേഡാണ് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ്. ഈ കേസിൽ 0 ഉള്ളപ്പോൾ നമ്മൾ ഒരു ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യും, 1 ഉള്ളപ്പോൾ വേറൊരു ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ വരുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി വെച്ചിട്ട് 1 ആണോ 0 ആണോ എന്ന് അറിയാൻ പറ്റും. ഈ കേസിൽ എസെൻഷ്യലി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അനലോഗ് സിഗ്നലാണ്. അനലോഗ് സിഗ്നലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്കിൽ പോലും കിട്ടുന്ന ഡാറ്റ എന്താണ്? ഇതിൽ നിന്ന് അവർ മനസ്സിലാക്കുന്ന എന്താണ്? ഈ ഫ്രീക്വൻസിയാണ് വരുന്നതെങ്കിൽ 0 ആണെന്നും ഈ ഹയർ ഫ്രീക്വൻസിയാണ് വരുന്നതെങ്കിൽ 1 ആണ് വരുന്നതെന്നും അവർ മനസ്സിലാക്കും. അപ്പോൾ ഇത് കണ്ടോ, ഈ 1 ഉള്ളിടത്തെല്ലാം ഹയർ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യും, അല്ലാത്തടത്ത് അപ്പോൾ 1 ആണെങ്കിൽ നമ്മളൊരു ഹയർ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽ അങ്ങോട്ട് അയക്കും, മറ്റേ 0 ആണെങ്കിൽ ലോവർ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽ അയക്കും. അതാണ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്. അതായത് ഫ്രീക്വൻസി മാറ്റുകയാണ് നമ്മുടെ സെൻഡ് ചെയ്യേണ്ട വാല്യൂവിനനുസരിച്ച്. രണ്ടാമത്തേത് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് എന്ന് പറയുന്നതാണ്. ഈ കേസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആംപ്ലിറ്റ്യൂഡ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. അതായത് ഒരു ആംപ്ലിറ്റ്യൂഡുള്ള സിഗ്നൽ ആയിരിക്കും 0 ആണെങ്കിൽ വിടുന്നത്, 1 ആണെങ്കിൽ അതിനെ കഴിഞ്ഞ് ആംപ്ലിറ്റ്യൂഡ് കൂടുതലുള്ള സിഗ്നൽ ചെയ്യും. അപ്പോൾ 1 ഉള്ളിടത്തെല്ലാം ഹയർ ആംപ്ലിറ്റ്യൂഡുള്ള സിഗ്നലും 0 ഉള്ളിടത്തെല്ലാം ലോവർ ആംപ്ലിറ്റ്യൂഡുള്ള സിഗ്നലും ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അത്രയാണ്. അപ്പം നമ്മൾ പഠിച്ചത് ഡിജിറ്റൽ സിഗ്നലുണ്ട്. ഡിജിറ്റൽ സിഗ്നലിനകത്ത് ബേസ് ബാൻഡ് ട്രാൻസ്മിഷനും ബ്രോഡ് ബാൻഡ് ട്രാൻസ്മിഷനും ഉണ്ട്. ബേസ് ബാൻഡ് സാധാരണ യൂസ് ചെയ്യാറില്ല, അതാണ് ഏറ്റവും സിമ്പിൾ ടെക്നോളജിയാണ്. പക്ഷേ ഇത് പറയാൻ മറന്നുപോയി, ബേസ് ബാൻഡിനകത്ത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ഉപയോഗിക്കും. അതായത് ഒരു മീഡിയം തന്നെ ആദ്യത്തെ അരമണിക്കൂർ ഒരാളോട് ഉപയോഗിച്ചോളാൻ പറയും, പിന്നത്തെ അരമണിക്കൂർ വേറൊരാളോട് ഉപയോഗിച്ചോളാൻ പറയും. അതായത് ടൈം ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതിന് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് എന്ന് പറയും. പിന്നെ അത് അടുത്ത അരമണിക്കൂർ വേറെ ആൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അരമണിക്കൂർ എന്നല്ല, ചെറിയ ചെറിയ ഗ്യാപ്പിലാണ് കൊടുക്കുന്നത്. ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരേ വയർ തന്നെയായിരിക്കും, അതിൽ പലരും കണക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അറ്റ് എ ടൈം 2 പേര് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കുറച്ച് സമയം കഴിയുമ്പോൾ മറ്റേ ആളുടെ സ്ലോട്ട് വരുമ്പോൾ അയാൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനിയുള്ളത് ട്രാൻസ്മിഷൻ ഇമ്പയർമെൻറ്റ്സ് ആണ്. ട്രാൻസ്മിഷൻ ഇമ്പയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ നടത്തുമ്പം സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കൂടുകയോ അല്ലെങ്കിൽ സെൻഡ് ചെയ്ത ഡാറ്റ അതേപടി റിസീവ് ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് ട്രാൻസ്മിഷൻ ഇമ്പയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. Transmission impairments in the communication system, analog signal travels through the transmission medium, which tends to deteriorate the quality of the analog signal. That is, the signal at the beginning of the medium is not the same. അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന മീഡിയം തുടങ്ങുന്നിടത്ത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കുകയില്ല എൻഡിൽ റിസീവ് ചെയ്യുന്നത്. അതിനാണ് ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത്. ഇംപെർഫെക്ഷൻ കോസസ് സിഗ്നൽ ഇമ്പയർമെൻറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഇംപെർഫെക്ഷൻസിനൊക്കെയാണ് സിഗ്നൽ ഇമ്പയർമെൻറ്റ്. ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ സിഗ്നൽ ഡിമിനിഷ്ഡ് ആകാം. അതായത് നമ്മൾ 5 വോൾട്ടാണ് സെൻഡ് ചെയ്തത്, പക്ഷേ റിസീവ് ചെയ്തപ്പോൾ 1 വോൾട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നതാണ് ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത്. അതിന് ഇമ്പയർമെൻറ്റിന് 3 കോസസ് ഉണ്ട്. ഒന്ന് അറ്റനേഷൻ, രണ്ടാമത്തേത് ഡിസ്റ്റോർഷൻ, മൂന്നാമത്തേത് നോയ്സ്.
അറ്റനേഷൻ മീൻസ് സിഗ്നലിൻ്റെ എനർജി ലോസ് ചെയ്യുന്നതാണ്. നമുക്കറിയാം, നമ്മൾ കുറേ നേരം നടക്കുമ്പോൾ നമ്മുടെ എനർജി ലോസായി ക്ഷീണിക്കും എന്ന് പറഞ്ഞാൽ തന്നെ സിഗ്നൽ കുറേ ദൂരം യാത്ര ചെയ്യുമ്പോൾ സിഗ്നലിൻ്റെ എനർജി പോവും, സിഗ്നൽ ക്ഷീണിക്കും, വീക്കാവും. അതിനാണ് അറ്റനേഷൻ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് മീഡിയത്തിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ടാണ്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മീഡിയത്തിൽ അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലോയിനെ എതിർക്കുന്ന ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സിനെ ഓവർകം ചെയ്യേണ്ടതുകൊണ്ട് സിഗ്നലിന് കുറച്ച് സ്ട്രെങ്ത് നഷ്ടപ്പെടും. When the signal travels through a medium, it loses some of its energy in overcoming the resistance of the medium. ആ റെസിസ്റ്റൻസ് എന്നുള്ള വാക്ക് ആ കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സം ഓഫ് ദ ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ സിഗ്നൽ ഈസ് കൺവേർട്ടഡ് ടു ഹീറ്റ്. കുറച്ച് എനർജി ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വയർ കുറച്ച് കഴിയുമ്പോൾ ചൂടാവുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിലും കുറച്ച് എനർജി പോകുന്നുണ്ടാവും. ഈ ചൂടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ്. റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യുമ്പോൾ നമ്മൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വരച്ചാൽ കയ്യിൽ ചൂട് വരത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സിഗ്നലിൽ കൂടെ ഇങ്ങനെ കടന്നു പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ചൂടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുമ്പോൾ ഫ്രിക്ഷനാണ് ഉണ്ടാകുന്നത്. ഫ്രിക്ഷനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കുറച്ച് ഹീറ്റ് എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഫിസിക്സിൽ പഠിച്ചതായിരിക്കും. ടു കോമ്പൻസേറ്റ് ഫോർ ദിസ് ലോസ് ആംപ്ലിഫയേഴ്സ് ആർ യൂസ്ഡ്. ഇതുകൊണ്ടാണ് നമ്മൾ ആംപ്ലിഫയറുകൾ യൂസ് ചെയ്യുന്നത്. ചില കേസിൽ നമ്മൾ ആംപ്ലിഫൈ ചെയ്യും. അതായത് സിഗ്നൽ ഇപ്പോൾ 1 കിലോമീറ്ററിനിടയ്ക്ക് ആംപ്ലിഫയർ വെക്കും. 1 കിലോമീറ്റർ കഴിയുമ്പോൾ സിഗ്നൽ വീക്കായിട്ടുണ്ടാകും. വീക്കാകുമ്പോൾ നമ്മൾ വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് ആംപ്ലിഫയർ വെച്ച് സിഗ്നലിനെ വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് പഴയ സ്ട്രെങ്തിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ആംപ്ലിഫൈ ദ സിഗ്നൽ. ഡെസിബൽ. The decibel measures the relative strength of the two signals or one of the signals at two different points. ഡെസിബൽ എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്, ഒരു മെഷർമെൻ്റാണ്. സിഗ്നലിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാനുള്ള ഒരു മെഷർമെൻ്റാണ്. ഡി ബി എന്ന് പറയുന്നത് 10 log to the base 10 P1/P2. അന്ന് P1 and P2 എന്ന് പറയുന്നത് പവർ ഓഫ് സിഗ്നൽ അറ്റ് 0.1 and 0.2. അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്, ഇവിടുന്ന് ഒരു ദൂരേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. ഇവിടുന്ന് ഒരു ദൂരേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റിലും റിസീവ് ചെയ്യുന്ന പോയിന്റിലും തമ്മിലുള്ള സിഗ്നലിൻ്റെ സ്ട്രെങ്തിൻ്റെ ഡിഫറൻസ് നമ്മൾ പറയുന്നത് ഡെസിബൽ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ആ ഡെസിബൽ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: P1/P2. P1ഉം P2 എന്ന് പറയുന്നത് പവർ ഓഫ് ദ സിഗ്നലാണ്. പവർ ഓൾമോസ്റ്റ് സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിനോട് പ്രൊപ്പോർഷനിലാണ്. അത്രയും ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, എന്നാലും ഓർത്തിരിക്കുക. പവർ ഓഫ് സിഗ്നൽ ഒരു സ്ഥലത്തെ പവർ ഡിവൈഡഡ് ബൈ നമ്മൾ 1 കിലോമീറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യണം, 1 കിലോമീറ്റർ കഴിഞ്ഞുള്ള പവർ. അതിനെ ലോഗ് 10 എടുത്തിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ ആണ് ഡെസിബൽ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ ഇമ്പയർമെൻറ്റിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അറ്റനേഷനാണ്. രണ്ടാമത്തേത് ഡിസ്റ്റോർഷനാണ്. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർഷൻ മീൻ ദ സിഗ്നൽ ചേഞ്ചസ് ഇറ്റ്സ് ഫോം ഓർ ഷേപ്പ്. സിഗ്നലിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോഴത്തേക്കും. ഡിസ്റ്റോർഷൻ ക്യാൻ ഒക്കർ ഇൻ കോമ്പോസിറ്റ് സിഗ്നൽ മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നൽ സാധാരണ ഞാൻ പറഞ്ഞു പല ഫ്രീക്വൻസിയുള്ള സൈൻ വേവുകളെ ഒന്നിച്ചാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കോമ്പോസിറ്റ് സിഗ്നലായിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഉള്ളപ്പോൾ രണ്ടും തമ്മിലുള്ള മിക്സിങ്ങിൽ ചെറിയ ഡിഫറൻസ് വരും. അതാണ് അതാണ് ഡിസ്റ്റോർഷൻ്റെ ഒരു കാരണം. അത് ഈ ഫിഗർ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഈച്ച് സിഗ്നൽ കമ്പോണൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രൊപ്പഗേഷൻ സ്പീഡ് ത്രൂ ദ മീഡിയം. ഓരോ സിഗ്നലിനും അതിന് പ്രൊപ്പഗേഷൻ സ്പീഡുണ്ട്. ത്രൂ ദ മീഡിയത്തിൽ കൂടെ പ്രൊപ്പഗേഷൻ സ്പീഡുണ്ട്. ആൻഡ് ദെയർഫോർ ഇറ്റ്സ് ഓൺ ഡിലേ ഇൻ അറൈവിങ് അറ്റ് ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു കോമ്പോസിറ്റ് സിഗ്നൽ നമ്മളിങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ കോമ്പോസിറ്റ് സിഗ്നലിനകത്ത് ഈ ഒരു സിഗ്നലും ഉണ്ട്, ഈ ഒരു സിഗ്നലും ഉണ്ട്, ഈ സിഗ്നലും ഉണ്ട്. അപ്പോൾ ഈ 3 സിഗ്നലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിഗ്നൽ ഇങ്ങനെ സെൻഡ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഇത് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ഫ്രീക്വൻസിയുള്ള സിഗ്നലും വേവ് നമ്മുടെ മീഡിയത്തിൽ കൂടെ ഡിഫറെൻറ്റ് സ്പീഡിലായിരിക്കും പോകുന്നത്. ഫ്രീക്വൻസി സ്പീഡും തമ്മിൽ റിലേഷനുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി കൂടുതലുള്ളതും കുറവുള്ളതും ഒരേ സമയത്ത് എത്തത്തില്ല, രണ്ടും രണ്ട് സമയത്തായിരിക്കും എത്തുന്നത്. അപ്പോൾ രണ്ടും രണ്ട് സമയത്താണ് എത്തുന്നതെങ്കിൽ റിസീവർ എൻഡിൽ അതിനെ വീണ്ടും മിക്സ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇങ്ങനെ കിട്ടേണ്ടിയിരുന്ന സിഗ്നൽ ഇങ്ങനെയൊക്കെ ഡിസ്റ്റോർട്ടഡ് ആയി പോകും, പല രീതിയിൽ വരും. അപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ സിഗ്നൽ ഇങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്തത്, ആ സിഗ്നൽ അതേ ഫേസിൽ തന്നെ എത്തി. പക്ഷേ ഈ സിഗ്നൽ ശരിക്കും ആക്ച്വലി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരേണ്ടത് ഇവിടെ തുടങ്ങുന്ന പോലെയായിരുന്നു. പക്ഷേ ഇത് കണ്ടോ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലാണ് വന്നേക്കുന്നത്. അതുപോലെ ഈ സിഗ്നൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ വീണ്ടും മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കൃത്യം യഥാർത്ഥത്തിൽ നമ്മൾ സെൻഡ് ചെയ്ത പോലെ അല്ല, വേറൊരു രീതിയിലാണ്. അപ്പോൾ ഇതിനാണ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇതിൽ നിന്ന് നമുക്കൊരു ഡാറ്റ റിസീവ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് റിസീവ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ തെറ്റ് വരും, എന്നാലും ഏകദേശമൊക്കെ കറക്റ്റാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാരണം, ഡിസ്റ്റോർഷന് കാരണം എന്താണ്, ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഡിഫറെൻറ്റ് ഫേസിലായിരിക്കും റിസീവർ എൻഡിൽ എത്തുന്നത്. ഡിഫറെൻറ്റ് ഫേസിൽ എത്താനുള്ള കാരണം അതിൻ്റെ വെലോസിറ്റിയുടെ ഡിഫറൻസാണ്. മൂന്നാമത്തേത് നോയ്സ് എന്ന് പറയുന്ന കമ്പോണൻ്റ് ഉണ്ട്.
മൂന്നാമത്തെ റീസണാണ് നോയ്സ് എന്ന് പറയുന്നത്. നോയ്സ് പല രീതിയിലാവാം. ക്ലാസ് എടുക്കുമ്പോൾ വർത്തമാനം പറയുന്നതിന് നോയ്സ്, ഡോണ്ട് മേക്ക് നോയ്സ് എന്നൊക്കെ ടീച്ചർ പറയത്തില്ലേ, അതുപോലത്തെ സംഭവമാണ്. ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും എനർജി അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നോയ്സ് എന്ന് പറയുന്നത്. Several types of noise such as thermal noise, induced noise, crosstalk and impulse noise may corrupt the signal. നോയ്സ് എന്ന് പറയുന്നത് പല ടൈപ്പിലുണ്ട്. ഒന്നാമത്തേത് തെർമൽ നോയ്സ്. തെർമൽ നോയ്സ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ഭയങ്കരമായിട്ട് കൂടും. ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്പീഡിൽ പോകും. അപ്പോൾ തെർമൽ നോയ്സ് ഈസ് റാൻഡം മോഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ എ വയർ. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ കുറേ നേരം ഒരേ വയറിൽ കൂടെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ചൂട് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ചൂട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ ഭയങ്കര സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആക്ച്വലി നമ്മൾ കടന്നു പോകുന്ന സിഗ്നലിനെ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റും കൂടെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അവിയൽ പരുവത്തിലാവും. വിച്ച് ക്രിയേറ്റ്സ് ആൻ എക്സ്ട്രാ സിഗ്നൽ അറ്റ് ദ ഒറിജിനലി സെൻഡ് ബൈ ദ ട്രാൻസ്മിറ്റർ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ അതിൻ്റെ കൂടെ ഈ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് കാരണം വേറൊരു കമ്പണൻറ്റ് കൂടെ വന്ന് വേറൊരു നോയ്സ് വന്നു. നോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ, അതായത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കാവുള്ളൂ. പക്ഷേ നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്, നിങ്ങളുടെ സൗണ്ടും കേൾക്കുന്നുണ്ട്. അതാണ് നോയ്സ്. അപ്പോൾ അങ്ങനെ അഡീഷണൽ സൗണ്ട് കയറി വരാനുള്ള ആദ്യത്തെ കാരണം തെർമൽ നോയ്സാണ്, ചൂടാകുന്നത്. തെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എന്നാണ് അതിൻ്റെ അർത്ഥം, ചൂടാകുന്നതാണ്. രണ്ടാമത്തേത് ഇൻഡ്യൂസ്ഡ് നോയ്സ് കംസ് ഫ്രം സോഴ്സസ് സച്ച് ആസ് മോട്ടോഴ്സ് ഓർ അപ്ലയൻസസ്. നമ്മൾ ഈ കേസിൽ നമ്മൾ ഇതിൻ്റെ അടുത്ത് എന്തെങ്കിലും മോട്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്ലയൻസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയോട് സിമിലർ ആയിട്ടുള്ള ഫ്രീക്വൻസിയുള്ള കമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ഇൻ്റർഫിയർ ചെയ്താൽ അപ്പം ഇൻഡ്യൂസ്ഡ് നോയ്സ് വരും. അത് സാധാരണഗതിയിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മീഡിയത്തിന് അടുത്തിരിക്കുന്ന മറ്റെന്തെങ്കിലും മീഡിയമായിരിക്കും അതിന് കാരണം. മൂന്നാമത്തേത് ക്രോസ് ടോക്ക് ഉണ്ട്. ഇൻ ദ ഇഫക്റ്റ് ഓഫ് വൺ വയർ ഓവർ ദ അതർ. അതായത് നമ്മൾ പറയുന്നത് ഒരു വയറിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറൊരാൾ പറയുന്നത് വേറൊരു വയറിൽ കൂടെ അല്ല വേറൊരു മീഡിയത്തിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് മീഡിയം തമ്മിൽ എന്തെങ്കിലും കാരണവശാൽ ഇൻട്രാക്ഷൻ വന്നാൽ മറ്റേ ആൾ പറയുന്നത് കൂടെ നമ്മുടെ സിഗ്നലിൻ്റെ കൂടെ കയറി വരും. ഇത് സാധാരണ ഫോൺ വിളിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. പണ്ട് കോമൺ ആയിട്ട് എപ്പോഴും സംഭവിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ കേൾക്കാറില്ല, എന്നാലും വല്ലപ്പോഴും കേൾക്കാറുണ്ട്. നമ്മൾ ഒരാളെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ വേറൊരാൾ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റാറില്ല. അത് ക്രോസ് ടോക്കിന് എക്സാമ്പിളാണ്. നാലാമത്തെ നോയ്സ് എന്ന് പറയുന്നത് ഇമ്പൾസ് നോയ്സ് ആണ്. ഇമ്പൾസ് നോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു സഡൻ ചേഞ്ച്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഒരു സഡൻ ചേഞ്ചാണ്. പെട്ടെന്ന് ഒരു ഇടിമിന്നൽ ഉണ്ടായപ്പോൾ സിഗ്നലിൻ്റെ അത് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഡൻ ഹൈ ചേഞ്ചാണ്. അത് സ്മോൾ ചേഞ്ചുമാണ്, അതായത് അധിക സമയത്തേക്കില്ല. ഒരു ഇടിമിന്നൽ ഉണ്ടാകുന്ന പോലെ ഒരു പെട്ടെന്നാണ്, പക്ഷേ ഹൈ വോൾട്ടേജ് ചേഞ്ചാണ് വരുന്നത്. പക്ഷേ ഒരു സ്മോൾ സെക്കൻഡിലേ ഉണ്ടായുള്ളൂ. അപ്പോൾ സിഗ്നലിൻ്റെ കുറച്ച് ഭാഗത്തെ അവൻ ചീത്തയാക്കുകയുള്ളൂ. പക്ഷേ ചീത്തയാക്കുന്നത് വളരെ ഹൈ ലെവലിൽ ചീത്തയാക്കും. ഇറ്റ് ഈസ് എ സ്പൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതാണ് ദാറ്റ് കംസ് ഫ്രം ദ പവർ ലൈൻസ് ആൻഡ് ലൈറ്റ്നിങ് എക്സെട്ര. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന്. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന കമ്പോണൻറ്റ്: അറ്റനേഷൻ, ഡിസ്റ്റോർഷൻ, നോയ്സ്. നമ്മുടെ സിഗ്നൽ ട്രാൻസ്മിഷൻ ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞ് പോകാനുള്ള 3 കാരണങ്ങളാണ്. ഒന്ന് അറ്റനേഷൻ, രണ്ടാമത്തേത് ഡിസ്റ്റോർഷൻ, മൂന്നാമത്തേത് നോയ്സ്. ഇനി നമ്മൾ നോയ്സിൻ്റെ അളവ് അളക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെസിബൽ എന്നൊരു യൂണിറ്റ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ നോയ്സ് എന്തോരം ഉണ്ടെന്നുള്ളത് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ SNR എന്ന് പറയുന്ന ഒരു ടെർമിനോളജി യൂസ് ചെയ്യുന്നുണ്ട്. SNRൻ്റെ ഫുൾ ഫോം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്നാണ്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. ഇത് ഓർത്ത് വെച്ചോളുക. PSCക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. PSCക്ക് ഇതിന് ചോദ്യം ചോദിക്കാറുണ്ട്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. ഇത് എപ്പോഴും ഓർത്തിരിക്കുക. ആവറേജ് സിഗ്നൽ പവർ ഡിവൈഡഡ് ബൈ ആവറേജ് നോയ്സ് പവർ. ഇതിൻ്റെ ന്യൂമറേറ്ററിൽ വരുന്നത് സിഗ്നലിൻ്റെ പവറാണ്, അതിൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്നത് നോയ്സിൻ്റെ പവറാണ്. അപ്പോൾ വാല്യൂ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ നല്ലത്? നമുക്ക് സിഗ്നലിൻ്റെ വാല്യൂ ആണ് കൂടുതൽ വേണ്ടിയത്, നോയ്സ് കുറവ് മതി. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ കൂടുതലാണ് നല്ലത് എന്ന് പറഞ്ഞാൽ SNRൻ്റെ വാല്യൂ കൂടുതലാണ്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതാണ് നല്ല സിഗ്നൽ. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിനോമിനേറ്റർ വലുതാണെന്നാണ്, അല്ലേ? ഒരു ഫിഗർ ചെറുതാകുന്നത് ഡിനോമിനേറ്റർ വലുതാകുമ്പോഴാണ് ഒരു വാല്യൂ ചെറുതാകുന്നത്, ഫ്രാക്ഷൻ ചെറുതാകുന്നത്. അപ്പോൾ ഈ വാല്യൂ വലുതായിപ്പോയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ചെറുതാകും. 1/100 എന്ന് പറയുന്നത് ചെറിയ വാല്യൂ അല്ലേ? അതേസമയം 100/1 എന്ന് പറയുന്നത് വലിയ വാല്യൂ ആണ്. അപ്പോൾ താഴത്തെ വാല്യൂ വലുത് വന്നാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ചെറുതായിരിക്കും. അപ്പോൾ ചെറുതാണെങ്കിൽ അത് നല്ലതല്ല. ഇത് സിഗ്നലാണ്, ഇത് നോയ്സാണ്.
സിഗ്നൽ, അപ്പോൾ ഇങ്ങനെ ഒരു സിഗ്നലാണ് നമ്മൾ ആക്ച്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു നോയ്സ് ഇടയ്ക്ക് കയറി വന്നാൽ ആക്ച്വലി ഇങ്ങനെ കിട്ടേണ്ടിയിരുന്ന സിഗ്നൽ ഇങ്ങനെ ആയിപ്പോവും. അതുപോലെ ഇത് വേറൊരു സിഗ്നലാണ്. ഈ കേസിൽ സിഗ്നലിൻ്റെ സ്ട്രെങ്തിനെ കഴിഞ്ഞ് നോയ്സ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഈ കേസിൽ സിഗ്നൽ ഇതുമായിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ കേസിൽ നോയ്സിൻ്റെ കമ്പണൻറ്റ് കുറവാണ്, അതുകൊണ്ട് ഏതാണ്ട് സെൻഡ് ചെയ്ത പോലെ റിസീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ നോയ്സിൻ്റെ വാല്യൂ കൂടുതലാണ്, അതുകൊണ്ട് സിഗ്നൽ അയച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എ ഹൈ SNR മീൻസ് സിഗ്നൽ ഈസ് ലെസ് കറപ്റ്റഡ്. അപ്പോൾ ഹൈ ആണ് നല്ലത്, ലെസ് കറപ്റ്റഡ് ആണ്. ഹൈ എന്ന് പറഞ്ഞാൽ ലെസ് കറപ്ഷനൊന്നുമില്ല, കറക്റ്റായിട്ടാണ് വന്നേക്കുന്നതെന്നാണ്. എ ലോ SNR മീൻസ് സിഗ്നൽ ഈസ് മോർ കറപ്റ്റഡ് ബൈ നോയ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്രയാണ് നമ്മുടെ ടോപ്പിക്കുകൾ. അടുത്ത അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനാണ്. ഇത് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.